ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജോലിയിൽ ഉൾപ്പെട്ടതോടെ ഒഴിവായി കിട്ടാൻ അധ്യാപകരുടെ കൂട്ടയോട്ടം. 2 ദിവസത്തിനുള്ളിൽ മലപ്പുറം കളക്ടറേറ്റിൽ എത്തിയത് 2000-ത്തിലധികം പരാതികളാണ്. അതേസമയം പരീക്ഷാ മൂല്യനിർണ്ണയവും തെരഞ്ഞെടുപ്പ് ക്ലാസും ഒരേ ദിവസമായതോടെ ഹയർ സെക്കൻഡറി അധ്യാപകർ വെട്ടിലായിരിക്കുകയാണ്. ഇതിനിടയിൽ ചൊവ്വാഴ്ച മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. അവധിക്കാലത്തെത്തിയ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ അധ്യാപകരെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. നേരത്തെ തീരുമാനിച്ച വിദേശയാത്രകളടക്കം പ്രതിസന്ധിയിലാഴ്ത്തിക്കഴിഞ്ഞു. വിവാഹം, മറ്റു ആഘോഷങ്ങൾ, ടൂർ തുടങ്ങി പ്രിയപ്പെട്ടതെല്ലാം മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. ഇതോടെ പരാതികളും നിവേദനങ്ങളുമായി കളക്ടറേറ്റ് പരിസരം നിറഞ്ഞു. നിലവിൽ ഹജ്ജ് യാത്രികർ, ഗുരുതരമായ മറ്റ് ആരോഗ്യ കാരണങ്ങളാൽ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കാത്തവർ എന്നിവരെ മാത്രമാണ് സേവനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അതും മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മറ്റു അനുബന്ധ രേഖകൾ സഹിതവും. പങ്കാളികളിൽ ഇരുവർക്കും പോളിംഗ് ഡ്യൂട്ടി ലഭിച്ചിട്ടുള്ള പക്ഷം ആവശ്യമെങ്കിൽ ഒരാളെയും ഒഴിവാക്കുന്നതിന് നിയമ ഉത്തരവുകളും അധികൃതർക്ക് നൽകണം. പരീക്ഷാ മൂല്യനിർണ്ണയവും തെരഞ്ഞെടുപ്പ് ക്ലാസും ഒരേ ദിവസമായതും അധ്യാപകർക്ക് തിരിച്ചടിയാണ്. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടെ പകുതിയിലധികം പേരും തെരഞ്ഞെടുപ്പ് ക്ലാസ്സിലാണ്. 80% ഹയർ സെക്കൻഡറി അധ്യാപകർക്കും പ്രിസൈഡിംഗ് ഓഫീസറായോ ഒന്നാം പോളിംഗ് ഓഫീസറായോ ആണ് ചുമതലയുള്ളത്. അതുകൊണ്ട് തന്നെ പരീക്ഷാ മൂല്യനിർണ്ണയ തീയതി മാറ്റിവെക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. ബുധനാഴ്ച SLC ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയം ആരംഭിക്കാനിരിക്കെയാണ് ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ക്ലാസ് വെള്ളിയാഴ്ച വരെയാണ് ഉണ്ടാകുക. ഈ ക്ലാസ്സിന് പോയില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്ന ആശങ്കയും അധ്യാപകർ പങ്കുവയ്ക്കുന്നു. മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന അധ്യാപകരെ അതത് ജില്ലാ കളക്ടർമാരുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിന്നും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. മലബാർ ടൈംസ്, മലപ്പുറം.